ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ടൈം കീപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലേബറിൻ്റെ ടൈപ്സ് എത്ര എണ്ണമാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക? നമുക്കറിയാം എന്താണ് ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ ലാർജ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റീനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലേബർ ഫോഴ്സ് തന്നെ ആയിരിക്കും. ഈ ലേബർ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ബെസ്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അതായത് ഇഫക്റ്റീവായ രീതിയിൽ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യണം ലേബർ കോസ്റ്റിനെ. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ ഓർഗനൈസേഷനെ അത് ബെനിഫിക്കലായിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ് ലേബർ കോസ്റ്റ് എന്നാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ ഇനി ഈ ഒരു പാഠത്തിൽ നമുക്ക് ഇനി ബാക്കിയായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് മേ ബി ഡിഫൈൻ ആസ് എ സിസ്റ്റം വിച്ച് എൻഷുർ പ്രോപ്പർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അതായത് എന്താണ്? ലേബേഴ്സിന് പ്രോപ്പറായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് എൻഷുർ ചെയ്യുക, അതേപോലെ അവരെന്ത് ചെയ്യുകയാണ്? ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലേബർ കോസ്റ്റ് കൺട്രോൾ ഇൻവോൾവ് എംപ്ലോയ്മെൻറ്റ് ഓഫ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. അതായത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരെ എന്ത് ചെയ്യുക? ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ അവർക്ക് എന്ത് ചെയ്യുക? പ്രോപ്പർ ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. ദെൻ പ്രോപ്പർ ടൈം കീപ്പിംഗ് എന്ന് വെച്ചാൽ ലേബേഴ്സിൻ്റെ എന്ത് ചെയ്യുക? ലേബേഴ്സ് അറൈവ് ചെയ്യുന്നത് എപ്പോഴാണ്, അതേപോലെ ഡിസ്പാച്ച് ചെയ്യുന്നത് എപ്പോഴാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ഒരു അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ദെൻ ടൈം ബുക്കിംഗ്, പിന്നെ എന്താണ്? പ്രോപ്പർ അക്കൗണ്ടിങ് ഫോർ വേജ് പേ ടു ദം, അതിനനുസരിച്ചുള്ള പ്രോപ്പർ വേജിങ് സിസ്റ്റം കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രോപ്പറായിട്ട് എംപ്ലോയ്മെൻറ്റ്, എഫക്റ്റീവ് വർക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ദെൻ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ടൈം ബുക്കിംഗ്, ദെൻ പ്രോപ്പർ വേജിങ് സിസ്റ്റം. ഇതൊക്കെയാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റീനെ അതെന്ത് ചെയ്യും? ഇഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ കോസ്റ്റ് കൺട്രോൾ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്? ലേബർ കോസ്റ്റ് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ദ ലേബർ കോസ്റ്റ് കൺട്രോൾ ലീഡ് ടു എ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, then next one, labor cost control is essential to control ideal time, overtime and labor turnover. അതായത് ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വെറുതെ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ടൈം, അതാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അത് കുറയ്ക്കാനും പറ്റും. പിന്നെ ഓവർ ടൈം, അതായത് നമുക്ക് ഇപ്പം 8 മണിക്കൂർ ജോലിയാണെങ്കിൽ അതിലും കൂടുതലെടുത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. ദെൻ ലേബർ ടേൺ ഓവർ, നിരന്തരമായിട്ട് ഓർഗനൈസേഷനിൽ ലേബേഴ്സിൻ്റെ പിരിഞ്ഞു പോക്ക്, അതായത് അവരെന്ത് ചെയ്യാണ്? അവിടെ റിസൈൻ ചെയ്യുന്ന പോകുന്നത് എന്ത് ചെയ്യാം? ഒഴിവാക്കാനും നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ പറ്റും. ദെൻ ലേബർ കോസ്റ്റ് കൺട്രോൾ ഇസ് നെസസറി ടു ഇൻക്രീസ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും ലേബർ കോസ്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം. അത് നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് വഴിയും അതേപോലെ എംപ്ലോയീസിന് മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കേണ്ടത്. ദെൻ ലേബർ കോസ്റ്റ് കൺട്രോൾ ഇസ് റിക്വയർഡ് ടു അസർടെയിൻ ദ കറക്റ്റ് ലേബർ കോസ്റ്റ്. നമ്മുടെ ഓർഗനൈസേഷനിലെ കറക്റ്റ് ലേബർ കോസ്റ്റ് എന്ത് ചെയ്യാൻ? അസർടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. Then in certain industries there is a shortage of skilled labor, hence they must be effectively utilized. For the effective utilization of skilled labor, a control over labor should be exercised. ചില ഓർഗനൈസേഷൻസിൽ സ്കിൽഡ് ലേബേഴ്സിൻ്റെ എന്തുണ്ടാവും? ഷോർട്ടേജ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഇഫക്റ്റീവായിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേബർ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, then the proper employment and utilization of labor affect cost of production and quality of products. പിന്നെ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അതിൻ്റെ യൂട്ടിലൈസേഷനൊക്കെ നമ്മുടെ ലേബറിനെ അതിൻ്റെ കോസ്റ്റിനെയും അതേപോലെ നമ്മുടെ പ്രൊഡക്ഷൻ
ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിത് പഠിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇനി ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലിനി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ടൈം കീപ്പിംഗ് എന്താണെന്നാണ്. ഓക്കെ, ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണെന്ത്, ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈം കീപ്പിംഗ് എന്താണെന്ന് നോക്കാം. ഇൻ ലാർജ് എൻ്റർപ്രൈസ് ദർ ഈസ് എ സെപ്പറേറ്റ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ വലിയൊരു എൻ്റർപ്രൈസ് എല്ലാം ആണെങ്കിൽ അവിടെയൊക്കെ ഓരോ സെപ്പറേറ്റ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അണ്ടർ ദിസ് ഇത് ആരുടെ കൺട്രോളായിരിക്കും, ടൈം കീപ്പറിൻ്റെ കൺട്രോളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. എന്താണ്, വെൻ എ വർക്കർ എൻ്റർ എ ഫാക്ടറി ഹിസ് അറ്റൻഡൻസ് ഇസ് റെക്കോർഡഡ് അറ്റ് ദ ഫാക്ടറി എൻട്രൻസ്. സിമിലർലി when a worker leave the factory after the work, his dispatch time is also recorded. നമ്മളിത് വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ എംപ്ലോയിയുടെ അല്ലെങ്കിൽ അവിടെ വർക്കറിൻ്റെ അറ്റൻഡൻസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വർക്കർ എപ്പോഴാണോ ഫാക്ടറിയിലേക്ക് എൻട്രി ചെയ്യുന്നത് ആ ഫാക്ടറിയുടെ എൻട്രൻസിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ അറൈവൽ ടൈം എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വർക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തോട്ട് ഇറങ്ങുകയാണ്, അതായത് ഫാക്ടറിയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് ലീവ് ചെയ്യുമ്പം അയാൾ എപ്പോഴാണ് ഡിസ്പാച്ച് ചെയ്തത് അല്ലെ ഡിസ്പാച്ചർ ടൈം എപ്പോഴാണെന്നും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ്, അതായത് ദിസ് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിസ്പാച്ചർ ഇസ് നോൺ ആസ് ടൈം കീപ്പിംഗ്. ഒരു വർക്കർ ഒരു ഫാക്ടറിയിലേക്ക് എൻട്രി ചെയ്യുന്നതും, ഫാക്ടറി ആണെങ്കിൽ ഒരു വർക്കർ എൻട്രി ചെയ്ത് ആ വർക്ക് കഴിഞ്ഞ് അയാൾ പുറത്തോട്ട് പോകുന്ന ആ 2 ടൈം എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈം കീപ്പിംഗ് എന്ന് പറയുക. ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ എന്താണ്, ടൈം കീപ്പിംഗ് ടു റെക്കോർഡ് ദ അറ്റൻഡൻസ് ടൈം ഓഫ് ദ വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് ടൈം റെക്കോർഡ് ചെയ്യുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് ടൈം കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം കീപ്പിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള. ഫസ്റ്റ് വൺ, ടു ഫെസിലിറ്റേറ്റ് പ്രിപ്പറേഷൻ ഓഫ് പേ റോൾ ഇഫ് വേജ് ആർ പെയ്ഡ് ഓൺ ദ ടൈം ബേസിസ്. ഇനി ഒന്നാമത്തേത് അവരുടെ പേ റോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വേജ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തിൻ്റെ ബേസിലാണ്, ടൈം ബേസിലാണ് കൊടുക്കേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ ടു മെയിൻറ്റെയിൻ എ ഡിസിപ്ലിൻ ഇൻ അറ്റൻഡൻസിൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഫാക്ടറിയിൽ ഏറ്റവും വേണ്ട ഡിസിപ്ലിനാണ്. കറക്റ്റായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ്, അതായത് കറക്റ്റ് ടൈമിങ്ങിന് വർക്കേഴ്സ് എൻട്രി ചെയ്യും, അത് കഴിഞ്ഞ് വർക്കേഴ്സ് ഡിസ്പാച്ച് ചെയ്യുമ്പോഴാണ് ഓരോ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുന്നത്, ഡിസിപ്ലിൻ, ഏതൊരു ഓർഗനൈസേഷനിലും ഡിസിപ്ലിൻ ഉണ്ടാകുന്നത്. അപ്പം അറ്റൻഡൻസ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും മറ്റൊന്നാണ്. ദെൻ കാൽക്കുലേറ്റ് ദ ഓവർ ടൈം. ഒരു വർക്കർ അവരുടെ നിലവിലുള്ള ടൈമിലും അതായത് നിശ്ചയിക്കപ്പെട്ടൊരു ടൈം ഉണ്ടാവും, നമ്മുടെ ഇത്ര വരെയാണ് ടൈം, നമ്മുടെ ജോലി സമയം ഇപ്പോൾ 9:30 to 5:30 ആണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു വർക്കർ ജോലി ചെയ്തിട്ടുണ്ടോ, അതായത് ഓവർ ടൈം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈം കീപ്പിംഗ് യൂസ് ചെയ്യാം. ദെൻ ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. അപ്പോഷ്മെൻറ്റ്, അതായത് ഓവർ ഹെഡ് അപ്രോച്ച്മെൻറ്റിലേക്ക് ഏറ്റവും ബേസ്ഡാണ് എന്ത്, നമ്മൾ ടൈം കീപ്പിംഗ് ചെയ്യുന്നത്. അതും വേജിൻ്റെയും ലേബർ ഹവേഴ്സിൻ്റെയും ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത് അപ്രോഷൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ കൺട്രോൾ ദ ലേബർ കോസ്റ്റ്. മെയിൻ ഒന്നാണ് എന്ത്, ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ദെൻ ടു ഇൻട്രൊഡ്യൂസ് ദ ഇൻസെൻറ്റീവ് പ്ലാൻസ് ആൻഡ് വേജ് പേയ്മെൻറ്റ്സ്. അപ്പം പുതിയ പുതിയ ഇൻസെൻറ്റീവ് പ്ലാൻസുകളും വേജ് പേയ്മെൻറ്റ് സിസ്റ്റംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ടൈം കീപ്പിംഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് ആണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈം കീപ്പിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ 2 തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മാനുവൽ മെത്തേഡാണ്, ഒന്ന് മെക്കാനിക്കൽ മെത്തേഡാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാനുവൽ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാനുവൽ മെത്തേഡ്. മാനുവൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ദ അറ്റൻഡൻസ് ടൈം ഓഫ് വർക്കർ ഈസ് റെക്കോർഡഡ് ഐദർ ബൈ ദ ടൈം കീപ്പിംഗ് ഓഫീസർ ഓർ ബൈ ദ എംപ്ലോയീസ് ദംസെൽഫ്. എങ്ങനെയാണ് മാനുവൽ മെത്തേഡിൽ, ഒന്നെങ്കിൽ എംപ്ലോയീസ് തന്നെ അവരുടെ ടൈം അവർ
അറൈവ് ചെയ്യുന്ന ടൈമും ഡിസ്പാച്ച് ചെയ്യുന്ന ടൈമും മാനുവലി ചെയ്യുക. അതായത് അവർ സ്വയമേധയെ ചെയ്യുക, അല്ലെങ്കിൽ ടൈം കീപ്പിംഗ് ഓഫീസർ ഉണ്ടാവും, അവർ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിളായിട്ട് ഒരു കോളേജ് ആണെങ്കിൽ നമ്മൾ അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാനുവലി അതെന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനുവൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലാണ് നമുക്ക് മാനുവൽ മെത്തേഡ് ഉള്ളത്. ഒന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡും ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡും. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എന്താണ്, അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ്. ഇതൊരു കോമൺ ആയിട്ടുള്ള ഓൾഡസ്റ്റ് ഫോം ഓഫ് ടൈം കീപ്പിംഗ് മെത്തേഡാണ് അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ആൻ അറ്റൻഡൻസ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻ ഫോർ റെക്കോർഡിംഗ് ദ അറ്റൻഡൻസ് ടൈം. ഇവിടെ നമ്മൾ വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ എന്ത് ചെയ്യും, ഫാക്ടറിയിൽ എവിടെയാണോ വർക്കിംഗ് സ്പേസ് അവിടെ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് യൂഷ്വലി കെപ്റ്റ് ദ ടൈം ഓഫീസർ ഓർ ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വേർ ദ വർക്കേഴ്സ് ആർ വർക്കിംഗ്. ടൈം ഓഫീസിലായിരിക്കും ഇതെന്ത് ചെയ്യുക, യൂഷ്വലി ഉണ്ടാവുക, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ട് വെച്ചിട്ടുണ്ടാവും. എവിടെയാണോ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ 2 തരം കോളംസ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഒന്ന് ഇൻ കോളവും ഒന്ന് ഔട്ട് കോളും ആണ് ഉണ്ടാവുക. 2 തരം കോളംസ് ആണ് ഉണ്ടാവുക. ഇൻ കോളത്തിൽ എന്താണ് റെക്കോർഡ് ചെയ്യുക, വർക്കേഴ്സ് എപ്പോഴാണ് അറൈവ് ചെയ്യുന്നത്, അത് അറൈവിങ് ടൈം ആയിരിക്കും ഇൻ കോളത്തിൽ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ദെൻ ഔട്ട് കോളത്തിൽ നമ്മൾ വർക്ക് കഴിഞ്ഞ് എന്താണ് നമ്മുടെ വർക്കേഴ്സ് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്യുമ്പം ഡിസ്പാച്ച് ഒരു ടൈം ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഓൾഡസ്റ്റ് മെത്തേഡാണ്, പക്ഷേ കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡാണ്. ഇതും വേറൊരു തരത്തിലുള്ള മാനുവൽ മെത്തേഡാണ്. ഇവിടെ എന്താണ്, അണ്ടർ ദിസ് മെത്തേഡ് എ സെപ്പറേറ്റ് മെറ്റൽ ഡിസ്ക് ഇസ് അലൗട്ടഡ് ടു ഈച്ച് വർക്കേഴ്സ്. ഒരു മെറ്റൽ ഡിസ്ക്, അതായത് ചെറിയ ടോക്കണിൻ്റെ രൂപത്തിലുള്ള ചെറിയൊരു മെറ്റൽ ഡിസ്ക് ഓരോ വർക്കേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ടാവും, അലൗട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഈ ഓരോ മെറ്റൽ ഡിസ്കും എന്താണ്, ബിയർ ദ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദ എംപ്ലോയി. ഇവിടെ ഓരോ ആ ഒരു ഡിസ്കിൽ അല്ലെങ്കിൽ ആ ടോക്കണിന് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് കൊടുക്കുന്നത്. എംപ്ലോയീസിന് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുക. Okay, these metal discs or tokens are placed on the hook on a board kept either at the factory gate or department entrance. ഇത് നമ്മുടെ എവിടെ ഉണ്ടാവും, ഫാക്ടറി ഗേറ്റിൽ മുകളിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവുന്ന ബോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഒരു വർക്കർ നമ്മൾ എൻട്രി ചെയ്യുമ്പം എന്ത് ചെയ്യണം, അവരുടെ ഈ ടോക്കൺ അല്ലെങ്കിൽ ഈ മെറ്റൽ ഡിസ്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, അവർ എൻട്രി ചെയ്യുന്ന ടൈമിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു എന്തുണ്ടാവും, ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിലോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ അയാളത് ആ ഒരു എന്ത് ചെയ്യണം, ആ ടോക്കണ് അതിൽ ഇട്ട് വെക്കണം. ഓക്കെ, അപ്പം ഇവർ എൻട്രി ചെയ്ത ടൈം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആഫ്റ്റർ എ ഷോർട്ട് വൈൽ ദ ഷെഡ്യൂൾ ടൈം ഓഫ് ദ ഫാക്ടറി ഒറിജിനൽ ബോക്സ് ഓർ ട്രൈ ഈസ് റിമൂവ്ഡ് ആൻഡ് ഇൻ ഇറ്റ്സ് പ്ലേസ് ആൻഡ് ലേറ്റർ ബോക്സ് ഓർ ട്രൈ ഇറ്റ് കെപ്റ്റ്. ദെൻ അത് എന്ന് വെച്ചാൽ എന്താണ്, ഇനിയിപ്പം നമ്മുടെ ഓഫീസ് ഫാക്ടറി ടൈം പറഞ്ഞിട്ടുണ്ടാവും. ഫാക്ടറി ഒരു ഷെഡ്യൂൾ ടൈം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ഷെഡ്യൂൾ ടൈമിൻ്റെ അത് കഴിഞ്ഞിട്ട് ആളുകൾ വരികയാണെങ്കിൽ ആ ടൈമിൽ അവർക്ക് ഈ ഒരു ടോക്കൺ ഇടാൻ അവർ ആദ്യമേ ഫിക്സ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ബോക്സിലായിരിക്കില്ല അവരിടുക. അവർ വരുമ്പോഴേക്ക് ആ ഒറിജിനൽ ബോക്സ് ഷെഡ്യൂൾഡ് ടൈമിൽ ഉണ്ടാകുന്ന ഒറിജിനൽ ബോക്സ് എന്ത് ചെയ്യും, അവിടുന്ന് ഒഴിവാക്കുകയും വേറൊരു ബോക്സ് വെക്കുകയും ചെയ്യും. അതിലെന്ത് ചെയ്യണം, ആ ടോക്കൺ ഇടുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ലേറ്റ് കമേഴ്സ്, അതായത് ഓഫീസിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് വരുന്ന ലേറ്റ് കമേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പറയുന്നത്. അതേപോലെ ഈ ക്യൂ നിൽക്കുന്ന പരിപാടി, ഓവർ ക്രൗഡിങ്, ഇതെല്ലാം ഒഴിവാക്കാൻ ഈ ഒരു ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു മെറ്റൽ ഡിസ്ക് ഓരോ എംപ്ലോയീസിനും കൊടുക്കും. എംപ്ലോയീസ് അത് ഫാക്ടറി ഗേറ്റിൽ അവിടെ ബോർഡിലായിരിക്കും അത് ഉണ്ടാവുക. അതെടുത്തിട്ട് എന്ത് ചെയ്യണം, അവർ എൻട്രി ചെയ്യുന്ന ടൈമിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ബോക്സിൽ അതിടണം. അത് കഴിഞ്ഞ് അവരുടെ അറൈവൽ ടൈം അതിൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ
അവർ അതായത് ഷെഡ്യൂൾഡ് ടൈമിന് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഇടാൻ വേറൊരു ബോക്സ് ആയിരിക്കും ഉണ്ടാവുക. ഒറിജിനൽ ബോക്സ് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, റിമൂവ് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പോൾ ലേറ്റ് കമേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്ക് മെത്തേഡ് വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഇത്രയും മെത്തേഡ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാനുവൽ മെത്തേഡ് മാത്രമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മെത്തേഡായിട്ടുള്ള മെക്കാനിക്കൽ മെത്തേഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.